റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അല്ല, റോയൽ കൺസിസ്റ്റന്റ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വേണമെങ്കിൽ പറയാം. കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ടാമത്തെ കപ്പ് അടിക്കുന്ന ടീം. അതായത് നമ്മൾ ഇതിനു മുന്നേ CSKയും അതുപോലെ മുംബൈ ഇന്ത്യൻസും അടിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലബിലോട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കയറിയിട്ടുണ്ട്. അതും ജയിച്ചതാണെങ്കിൽ രാജാവിന്റെ ചിറകിലേറി തന്നെ. കാരണം ബാറ്റേഴ്സ് ഒക്കെ ഫ്ലോപ്പ് ആയ സമയത്ത്, പ്രത്യേകിച്ച് ഓപ്പണിംഗിൽ നമ്മുടെ കിങ് കോഹ്ലിയുടെ കൂടെ വെങ്കടേഷ് അയ്യർ ഗംഭീരമായിട്ട് കളിച്ചെങ്കിലും നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉള്ള ബാറ്റേഴ്സിനൊന്നും വലിയ രീതിയിലുള്ള ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ കുറച്ചു നേരം പിടിച്ചത് നമ്മൾ ടിം ഡേവിഡ് ആയിരുന്നു. പക്ഷേ കിങ് കോഹ്ലിയുടെ ആ ഒരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, ആ ഇന്നിങ്സിലൂടെയാണ് ശരിക്കും RCBക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയതും അതും രണ്ടാമത്തെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു കപ്പ് അടിക്കാൻ പറ്റിയത്. ശരിക്കും ഇന്നത്തെ ഫൈനൽ മാച്ചിന്റെ അകത്ത് ചലഞ്ച് ചെയ്തിട്ടേ ഇല്ല GT എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണെങ്കിലും ചലഞ്ച് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിരുന്നു RCBയുടെ എന്ന് പറയാം. ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും അത് മാച്ച് കാണുമ്പോൾ കംപ്ലീറ്റ്ലി വ്യക്തമാണ്. കാരണം ബോളിങ്ങിൽ അടിപൊളിയായിട്ട് ബോൾ ചെയ്തിട്ട് ആ ഒരു 155 എന്നൊരു സ്കോറിൽ ഒതുക്കി കളഞ്ഞു, അങ്ങനെ വേണം പറയാൻ. കാരണം നമുക്കറിയാം GTയുടെ നട്ടെല്ലാണ് ഫസ്റ്റത്തെ ആ ഒരു 3 ബാറ്റ്സ്മാൻമാർ. ആ 3 ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ GTയുടെ വോൾ തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് 11 മാച്ചസിൽ 100 മേലെ പാർട്ട്ണർഷിപ്പ് അടിച്ചിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് പെയർ ആണ്. പക്ഷെ ഇന്ന് അവർ ഫെയിലായി. ഫസ്റ്റത്തെ വിക്കറ്റ് തന്നെ ഗില്ലാണ് പോയത്. പിന്നീട് അങ്ങോട്ട് ചിട്ടുകൊട്ടാരം തകരുന്ന പോലുള്ളൊരു തകർച്ചയാണ് ഉണ്ടായത്. ആകെ വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് കുറച്ചേരം ഒന്ന് പിടിച്ചു നിന്നിട്ട് ആ ഒരു സ്കോറിനെ കുറച്ച് മുന്നോട്ട് എത്തിച്ചതും ഒരു 155 എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തിച്ചത്. 2025 വരെ, അതായത് 17 വർഷങ്ങൾ കഴിഞ്ഞ് 18ാമത്തെ വർഷം വരെ RCB, ചെന്നൈ സൂപ്പർ കിങ്സ്, അതുപോലെ മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒക്കെ അവരുടെ ഫാൻ ഫൈറ്റുകളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കപ്പ് എവിടെ RCB, കപ്പ് എവിടെ? ഇപ്പോൾ കഴിഞ്ഞ ഒരു സീസൺ തൊട്ട്, അതായത് 18ാമത്തെ സീസൺ തൊട്ടിട്ട് 18, 19 2 സീസണുകളിലായിട്ട് അടുപ്പിച്ച് 2 കപ്പ് എടുത്തിട്ട് ഇനി ധൈര്യമായിട്ട് RCB ഫാൻസിന് പറയാം ഞങ്ങളുടെ കയ്യിൽ 2 കപ്പ് ഉണ്ടെന്നും. അത് മാത്രമല്ല, ഈ സാല കപ്പ് നംദേ എന്നാണല്ലോ പറയാനുള്ളത്. ഇപ്പോൾ എരട് സാല കപ്പ് നംദേ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് അവർക്ക് ആ ഒരു ഫൈറ്റ് ക്ലബിൽ ഈസി ആയിട്ട് അവർക്കും ചേരാമെന്നാണ് ഇന്നത്തെ മാച്ചോട് കൂടി. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ടോസ് കിട്ടിയപ്പോൾ തന്നെ RCB ജയിച്ചു. കാരണം RCBക്കായിരുന്നു ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബൗളിംഗ് ചൂസ് ചെയ്തത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം അഹമ്മദാബാദ് ഗ്രൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്, വലിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ പല ട്രിക്കി ആയിട്ടുള്ള സാധനങ്ങളും ആ ഗ്രൗണ്ടിൽ എപ്പോഴും നടക്കാറുണ്ട്. ഈവൻ നമ്മുടെ ഇന്ത്യയുടെ തന്നെ വേൾഡ് കപ്പിലെ ആ ഒരു മറക്കാനാവാത്ത ദിനങ്ങളൊക്കെ നടന്നിട്ടുള്ളതും ആ ഒരു അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ബൗളിംഗ് ചൂസ് ചെയ്ത് ബാറ്റിങ്ങിന് പറഞ്ഞു വിട്ട് ഇവരെന്ത് ചെയ്യുന്നു കണ്ടിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. കാരണം എന്തായാലും കിങ് കോഹ്ലി ഇവിടെ ഉണ്ടല്ലോ, ചേസ് മാസ്റ്റർ കൂടിയുള്ളപ്പോൾ ചേസ് ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ രജത് പാട്ടിദാർ ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടാണ് ശരിക്കും ബൗളിംഗ് ചൂസ് ചെയ്തത്. ആ ബൗളിംഗ് ചൂസ് ചെയ്തതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ബൗളിംഗ് ആണ് RCB ബൗളേഴ്സ് ഇന്ന് കാഴ്ചവെച്ചത്. ആ ഒരു പെർഫോമൻസ് ഇന്നത്തെ മാച്ചിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, GT ബാറ്റ്സ്മാൻമാർ ഒരു വിധത്തിൽ പോലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി RCB ബൗളേഴ്സ് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു 30-40 അല്ലെങ്കിൽ 30-20 ആ റേഞ്ചിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് മാത്രമേ എടുക്കാൻ വിടുന്നുണ്ടായിരുന്നുള്ളൂ. ആരെയും നിലം തൊടിയിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് അവർ വന്നൊന്ന് പിച്ചൊക്കെ ടെസ്റ്റ് ചെയ്തൊന്ന് അടിച്ചു തുടങ്ങുമ്പോഴേക്ക് തന്നെ അവരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുന്ന ഒരു ഡഗ്ഔട്ടിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു സ്വഭാവമായിരുന്നു ശരിക്കും RCB ബൗളേഴ്സ് എടുത്തത്. ഇതിലാകെ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറാണ്. 37 ബോളിൽ 50 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും നോട്ട് ഔട്ട്. ആള് അവസാനം വരെ പിടിച്ചു നിന്നു. അതുകൊണ്ട് തന്നെയാണ് GTക്ക് ഇന്ന് 155 റൺസിലോട്ട് എത്താൻ വേണ്ടി പറ്റിയത്. ഒക്കെ അടിച്ചാൽ ഔട്ടാവുന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം ചിലപ്പം ഇന്ന് 5 4 ആണ് വാഷിംഗ്ടൺ സുന്ദർ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കിടിലൻ ക്യാമിയോ അർഷദ് ഖാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 6 ബോളിൽ 15 റൺസ്, 2 6 അടിച്ചിട്ട് ആ ഒരു എന്താ പറയുക തണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്ന ആ ഒരു സ്കോർ ബോർഡിനെ ഒന്ന് തീപിടിപ്പിച്ചത് ഇവിടെ അർഷദ് ഖാന്റെ ആ 2 6 ആയിരുന്നു. RCBന്റെ ബൗളേഴ്സ് എല്ലാവരും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇന്ന് ബോൾ ചെയ്തത്. ലെങ്ത് ആൻഡ് ലൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ട് റൺസ് ഒന്നും അധികം കൊടുക്കാതെ എല്ലാവരും 10ൽ താഴെയുള്ള ഒരു എക്കണോമിയിലാണ് ഇന്ന് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 5 ബൗളേഴ്സിനാണ് യൂസ് ചെയ്തത്. 5 ബൗളേഴ്സും അവരുടെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആണ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ജേക്കബ് ഡെഫിക്ക് മാത്രമാണ് കുറച്ചധികം റൺസ് കൊണ്ടത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബൗളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്. എന്നാലും 10ൽ താഴെ തന്നെയായിരുന്നു ആളുടെ എക്കണോമി ഉണ്ടായിരുന്നത്. സ്റ്റാർ ബൗളർ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 29 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്ത സമയത്ത് ഭുവനേശ്വർ കുമാറിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണറാണ് ഹേസൽവുഡ് 4 ഓവറിൽ 37 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 23 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്ത കൃണാൽ പാണ്ഡ്യ ആയിരുന്നു ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് എക്കണോമിക്കൽ ബൗളർ. അതുപോലെ തന്നെ ഇന്നത്തെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ നമ്മുടെ റസിക് സലാമാണ്. 4 ഓവറിൽ 27 റൺസ് കൊടുത്ത് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 156 എന്നുള്ളൊരു ടോട്ടൽ, അതും ഫൈനൽ മാച്ചിൽ 19ാമത്തെ സീസണിന്റെ ഫൈനൽ മാച്ചിൽ ഇത്രയും നന്നായിട്ട് കളിച്ചു വന്നിട്ടുള്ള GT 156 എന്നുള്ള ടാർഗറ്റ് RCBക്ക് കൊടുത്തപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട്, ഈവൻ നമ്മൾ കളി കാണുന്നതിന് മുന്നേ തന്നെ ഒരു 14-15 ഓവർ ആകുമ്പോഴേക്ക് കളി ജയിക്കാം എന്നുള്ളൊരു ആ ഒരു സ്റ്റേജിലാണ് ശരിക്ക് കളി കണ്ടു തുടങ്ങിയത്. പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ കിങ് കോഹ്ലി, വെങ്കടേഷ് അയ്യർ ലെഫ്റ്റ് റൈറ്റ് ആ ഒരു കോമ്പിനേഷൻ ഇതിന് മുന്നുള്ള മാച്ചസിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച്
നമുക്കറിയാം വെങ്കടേഷ് അയ്യർ അടിക്കുന്ന അടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഒരു ഡയറിംഗ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഫസ്റ്റിൽ വന്നിട്ട് ആൾ കളിക്കാറുള്ളത്. ഇന്നും ആ ഒരു പതിവ് തെറ്റിക്കാണ്ട് തന്നെയാണ് ആൾ അടിച്ചു തുടങ്ങിയത്. 4.3 ഓവറിൽ 62 റൺസ് ആവുന്ന സമയത്താണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. 16 ബോളിൽ 32 റൺസ് എടുത്ത് 4 4 2 6 അടിച്ച് 200 മേലെയായിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. വെങ്കടേഷ് അയ്യർ ഔട്ട് ആയതിനു ശേഷം പിന്നീട് സ്കോർ പോകുന്ന സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രജത് പാട്ടിദാർ വന്ന് ഒന്ന് അടിച്ചിട്ട് തുടങ്ങി, അധികം നിന്നില്ല, അതിനുശേഷം പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. പക്ഷെ ഒരു സൈഡിൽ നമ്മുടെ കിങ് കോഹ്ലി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഗെയിമിലുള്ള കറക്റ്റ് ആ ഒരു ചേസിംഗിൽ എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ ആള് കറക്റ്റ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കോഹ്ലിയുടെ കൂടെ കുറച്ചെങ്കിലും പിടിച്ചു നിന്ന് ആ ഒരു പാർട്ട്ണർഷിപ്പ് കുറച്ച് ബിൽഡ് ചെയ്ത് നമ്മളെ ടിം ഡേവിഡ് ആയിരുന്നു. 17 ബോളിൽ 24 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 4 ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 19ാമത്തെ സീസണിലെ ഇന്നത്തെ കപ്പ് എടുത്തതിൽ ഒരു സ്പെഷ്യൽ മൊമെന്റും കൂടിയുണ്ട്. കാരണം നമ്മുടെ കിങ് കോഹ്ലി 42 ബോളിൽ 75 റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയിട്ട് ആള് ക്രീസിൽ ഉണ്ടായിരുന്നു. അതും വിന്നിംഗ് റൺ അടിച്ചതും കോഹ്ലി തന്നെയാണ്. കാരണം ജയിക്കാൻ 5 റൺസ് ഉള്ള സമയത്ത് ഒരു 4 അടിച്ച് അടുത്ത ബോളിൽ ഒരു 6 കൂടി അടിച്ചിട്ടാണ് കളി അങ്ങോട്ട് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ഇരട്ടി മധുരം എന്നാണ് പറയാം. RCB ജയിച്ചത് മാത്രമല്ല, അത് ജയിപ്പിച്ചത് കിങ് കോഹ്ലിയും കൂടി ആയതുകൊണ്ട്. 9 4 3 6 ആയിരുന്നു ആളുടെ ആ ഒരു ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. ശരിക്കും GT ബൗളേഴ്സിന്റെ എപ്പോഴും കുന്തമുന അല്ലെങ്കിൽ അത്രയും സ്റ്റാർ ബൗളറായിട്ട് അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ റബാഡ. പക്ഷെ ഇന്ന് 3 ഓവർ ബോൾ ചെയ്ത സമയത്ത് തന്നെ 44 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ബോളർ ആയിരുന്നു. എല്ലാ ബൗളേഴ്സിനേക്കാളും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഇന്ന് ബോൾ എറിഞ്ഞതും റബാഡ തന്നെയാണ്. ബാക്കിയുള്ള ബൗളേഴ്സ് ഒക്കെ 10 താഴെയുള്ള എക്കണോമിയിലാണ് ബോൾ എറിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 36 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്ത സമയത്ത് റാഷിദ് ഖാൻ ഇന്ന് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ വെറും 25 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ആ 2 വിക്കറ്റ് വന്നത് ഒരു ഓവറിൽ തന്നെയാണ്. ആ ഒരു ഓവറിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ശരിക്കും ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് നമ്മുടെ രജത് പാട്ടിദാറും കൃണാൽ പാണ്ഡ്യയും ഔട്ടായ ആ ഒരു ഓവർ. അതുപോലെ തന്നെ അർഷദ് ഖാനും 4 ഓവറിൽ 32 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ കംപ്ലീറ്റ് ഡോമിനൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചത് RCB തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് RCB ഇന്ന് ജയിച്ചത്. കാരണം ഇന്നത്തെ മാച്ച് 12 ബോൾ ബാക്കി നിൽക്കുകയാണ് ആ ഒരു കളി ജയിക്കുന്നത്. അവിടെ കുറച്ചു നേരെങ്കിലും കളി ഒന്ന് മാറുമോ എന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നത് ശരിക്കും അവിടെ ആ ഒരു രജത് പാട്ടിദാറിന്റെയും കൃണാൽ പാണ്ഡ്യയുടെ വിക്കറ്റ് പോയ സമയത്താണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ടിം ഡേവിഡ് വന്നിട്ടൊന്ന് ബാലൻസ് ചെയ്തൊന്ന് സെറ്റിൽ ആയ സമയത്ത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് എന്തായാലും കളി ജയിക്കുന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ്. ആൻഡ് ഇന്നത്തെ മാച്ച് എന്തോ സ്റ്റാർട്ടിങ് മുതലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാച്ചിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇന്ന് RCB തന്നെയാണ് കപ്പ് എടുക്കാൻ പോകുന്നുള്ളത്. കാരണം എന്തോ അങ്ങനെയാണ് തോന്നിയത്. രണ്ട് ടീമിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് RCBക്ക് എന്തോ ഒരു മുൻതൂക്കമുണ്ട്. പ്രത്യേകിച്ച് ക്വാളിഫയർ 1 RCBയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടതും ഈ സീസണിലെ മൊത്തം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും RCBക്ക് ആ ഒരു വിന്നിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ക്വാളിറ്റി ഉണ്ട് എന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഇന്നത്തെ ഫൈനലിൽ കളിച്ച് കാണിച്ചു തരികയും ചെയ്തു.